മോൻ ഇതുവരെ റെഡി ആയില്ലേ? റെഡി ആവും, ഞാൻ ഇപ്പൊ തന്നെ റെഡി ആവും. ബാ പോകാം. കിച്ചന് ഡ്രസ് സെലക്ട് ചെയ്താ, മേക്കപ്പ് ഇട്ടാ, ബെൽറ്റ് സെലക്ട് ചെയ്താ, ബാഗ് സെലക്ട് ചെയ്താ, ഇല്ല ഇപ്പൊ സെലക്ട് ചെയ്യും. എല്ലാം കഴിയേ. കിച്ചൻ റെഡി ആവാ, എന്നിട്ട് ഞാൻ റെഡി ആയിക്കോളാം. എന്റെ ഫേസ് കണ്ടിട്ട് കുറെ കൂട്ടുകാർ കമന്റ് ചെയ്തു, സായി കൃഷ്ണനെ പോലുണ്ട്, സീക്രട്ട് ഏജന്റിനെ പോലുണ്ട്, എന്റെ കെട്ടിയോരാണെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ചെയ്യുന്നുണ്ടായിട്ടോ. ഒത്തിരി പേര് ഇങ്ങനെ കമന്റ് ചെയ്യണ്ടാവും. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്തേക്കാം, പഴയ സായി കൃഷ്ണന്റെ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കണമല്ലോ. ഞാൻ പഴയ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഗൂഗിളിൽ കയറി തപ്പിയപ്പോഴേ കണ്ടോ സായിന്റെ പഴയ പിക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എവിടെയോ എന്തൊക്കെയോ മൊത്തത്തിലൊരു ചായ കാച്ചലുണ്ട് താനും. ഏട്ടൻ കുറെ നാളായിട്ട് മുടി വളർത്തി ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്, മുടിയൊന്നും വെട്ടാൻ ഇപ്പം എങ്ങും പ്ലാനില്ല. പിന്നെ വന്ന ഒരു കമന്റാണ്, ചേച്ചി BB7 ചേച്ചിക്ക് ചാൻസ് കിട്ടിയാൽ ചേച്ചി പോകുമോ എന്നുള്ളതാണ്. ഈ ആക്രിക്ക് പെറുക്കി ക്രാഫ്റ്റ് ചെയ്യുന്ന എന്നെ BB7 വിളിക്കാൻ ചാൻസ് ഉണ്ടോ ഗൈസ്? അപ്പോൾ ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയി കഴിഞ്ഞാലും 10-15 മിനിറ്റ് കഴിഞ്ഞ് ഏട്ടൻ റെഡി ആയിട്ട് വരില്ല കേട്ടോ. ഫുൾ ടൈപ്പാണ് ഗൈസ്. കണ്ടോ ബിഗ് ബോസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ പേര് കമന്റ് ചെയ്യാൻ മറക്കില്ല. കൂടുതൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാട്ടോ. താങ്ക് യു, ബൈ.